ഹലോ എവ്രി വൺ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ക്ലാസ്സുകളെല്ലാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും മിനിമലൈസ് ചെയ്ത് പോകാനാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് വൈഡാക്കി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നോക്കുന്നില്ല. സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ സിലബസ് പ്രിൻ്റ് ഔട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അക്കൗണ്ടിങ് എക്സാമിൻ്റെ സിലബസ് അത് സെയിം തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഇത്തവണയും എക്സാം വരുന്നത്. അപ്പോൾ ആ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതിൽ ഞാനിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡബിൾ എൻട്രി സിസ്റ്റം ഡ്യുവൽ ആസ്പെക്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. എങ്കിൽ മാത്രമേ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അത് അന്നന്ന് തന്നെ മാക്സിമം പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ രണ്ട്, അല്ലേ? രണ്ട്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിൽ പറയുന്ന പോലെ രണ്ട് ആസ്പെക്റ്റ്, ഒരു എൻട്രിയുടെ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ഡെബിറ്റ് അതുപോലെ തന്നെ ക്രെഡിറ്റ്, അല്ലേ? ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് കൊടുക്കുന്നതും ഒന്ന് കിട്ടുന്നതും. കൊടുത്താൽ കിട്ടുന്നു പറയുന്ന പോലെ തന്നെ ഒന്ന് ഗിവിങ് റിസീവിങ്, അങ്ങനെ ഡെബിറ്റ് ക്രെഡിറ്റ്. ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അതിനൊരു രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് പോകുന്നു, ഒന്ന് വരുന്നു. അങ്ങനെ ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രണ്ട് രീതിയിൽ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡബിൾ എൻട്രി സിസ്റ്റം. അല്ലെങ്കിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു മെഷീനറി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു. ഒരു മെഷീനറി വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും? മെഷീനറി ഇങ്ങോട്ട് വരും, പകരം അങ്ങോട്ട് പോകുന്നത് എന്താണ്? റിസീവിങ് ആസ്പെക്റ്റ് എന്താ നമുക്ക് വരുന്നത്? അസറ്റ്. ഈ മെഷീനറി അസറ്റ് നമുക്ക് ഇവിടെ വരുന്നു. അപ്പൊ ഇത് ഡെബിറ്റ് അല്ലേ? ഇനി പോകുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് മെഷീനറി വാങ്ങിച്ചപ്പോൾ ക്യാഷ് കയ്യിൽ നിന്ന് പോയി. അപ്പൊ ക്യാഷ് പോകുന്നത് എന്താണ്? ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് തന്നെയാണ്, പക്ഷെ അത് പോകുമ്പോൾ അതെന്താവും? കുറയും. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പറയാം. ആദ്യം ഇത് മനസ്സിലാക്കുക. ആക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയും. ഇപ്പോൾ മെയിനായിട്ട് ഒരു ബിസിനസ്സിൽ എടുക്കുകയാണെങ്കിൽ
എത്ര ടൈപ്പിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസ് ആണ് വരുന്നത്? ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ അക്കൗണ്ടുകളെ തന്നെ നമുക്ക് 5 കാറ്റഗറൈസ് ചെയ്യാം. മെയിനായിട്ട് 5 കാറ്റഗറൈസ് ചെയ്യാം. ഇങ്ങനൊരു ബേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇത് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ അസറ്റ്സ്, സെക്കൻഡ് വൺ ലയബിലിറ്റീസ്, ബിസിനസ്സിൻ്റെ ബാധ്യതകൾ, ബിസിനസ്സിനുള്ള അസറ്റുകൾ. തേർഡ് വൺ ക്യാപിറ്റൽ. ഫോർത്ത് വൺ ഇൻകം. ഫിഫ്ത്ത് വൺ എക്സ്പെൻസസ്. ഇത്രയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത്രയും ടൈപ്പിലുള്ള കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആണ് ഒരു ബിസിനസ്സിൽ വരുന്നത്. മെഷീനറി ആയിക്കോട്ടെ, ഇപ്പൊ പർച്ചേസ് നടത്തി എന്ന് പറയുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ഇതിൽ ഏത് കാറ്റഗറി പെടും? അസറ്റിൽ പെടില്ല. കാരണം അത് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ പർച്ചേസ് എന്ന് പറയുന്നത് എന്തിലാണ് പെടുന്നത്? എക്സ്പെൻസിലാണ് പെടുന്നത് അല്ലേ? അപ്പൊ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അതായത് ഇൻകം എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അക്കൗണ്ട് ആണ് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റം എടുത്താലും അത് ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും പെടുന്നത്. അപ്പൊ മെഷീനറി വാങ്ങിച്ചു, മെഷീനറി എന്ന് പറയുന്ന ഏത് അക്കൗണ്ടിലാണ് പെടുന്നത്? അസറ്റ്സ് അക്കൗണ്ട്. അത് റിയൽ അക്കൗണ്ടാണ്. അസറ്റുമായി ബന്ധപ്പെട്ടത് എന്താണ്? റിയൽ അക്കൗണ്ടിലാണ് പെടുന്നത്. അപ്പോൾ അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ് ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ ഓരോ ട്രാൻസാക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 1 ലക്ഷം രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ തുടങ്ങി എന്ന് പറയുമ്പോൾ ആ 1 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റിയിൽ കാണിക്കുക. എങ്ങനെയാ ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ആരാണ് തുടങ്ങിയത്? പ്രൊപ്പറേറ്ററിന്റെ പേര് ഇപ്പൊ അജയ് ആണെങ്കിൽ അജയ്സ് ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ ഏതൊക്കെ അക്കൗണ്ടുകളാ വന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ വന്നു. അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഏതിൽ പെടും? അസറ്റിൽ പെടും അല്ലേ? അപ്പോൾ 2 അക്കൗണ്ടുകൾ. അപ്പൊ 2 ആസ്പെക്ട് വന്നോ? ഒരു ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് അല്ലേ കിട്ടിയത്. ബിസിനസ് തുടങ്ങിയപ്പോൾ ക്യാഷ് ബിസിനസ്സിലോട്ട് വന്നു. അപ്പൊ വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്. ഒരു അസറ്റ് നമുക്കിവിടെ വന്നു. അസറ്റ് വന്നു എന്ന് പറയുമ്പോൾ അസറ്റിന് വരുന്നതൊക്കെ നമ്മൾ ഏതിൽ പെടും? ഡെബിറ്റ്. നമ്മൾ പറഞ്ഞു റിസീവിങ് ആസ്പെക്ട്. ഒരു അസറ്റ് കൂടുതലുണ്ട്, കൂടി എന്ന് പറയുമ്പോഴും ഡെബിറ്റ് ആണ്, കിട്ടി എന്ന് പറയുമ്പോഴും ഡെബിറ്റ് ആണ്. അതുപോലെ തന്നെ ലയബിലിറ്റീസ്, ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു ബാലൻസ് ഉണ്ട്. ഇതിന് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ബാലൻസ് ഉണ്ട്. അസറ്റിന്റെ ബാലൻസുകൾ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റീസിന്റെ ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റലിന്റെ ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇൻകത്തിന്റെ ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസിന്റെ ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ഇതാണ് ഇതിന്റെ ബാലൻസ്. അപ്പോൾ ഇത് അസറ്റ് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആ അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിടികിട്ടും. ഇപ്പോൾ അസറ്റ് എന്ന് പറയുന്നത് അസറ്റുകളുടെ ബാലൻസ് ഞാൻ പറയും ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റ്. ഈ അസറ്റുകൾ കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതെല്ലാം അസറ്റിനെ കൂട്ടുന്ന എല്ലാ ട്രാൻസാക്ഷൻസ്, എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യണം. ഇനി അസറ്റിനെ കുറയ്ക്കുന്ന എല്ലാം എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ആണ്. അപ്പൊ അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പൊ ലയബിലിറ്റിയുടെ ബാലൻസ് നമ്മൾ പറഞ്ഞു. ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം? ആലോചിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇത് ക്ലിയർ ആയോ? ഈ ഓരോ അക്കൗണ്ടിനും ഇങ്ങനെ തന്നെയാണ്. അസറ്റ്
അപ്പൊ നമ്മൾ നേരത്തെ ഒരു എൻട്രി പറഞ്ഞില്ലേ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ബിസിനസ് തുടങ്ങി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അജയ്സ് ക്യാപിറ്റൽ. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അജയ്സ് ക്യാപിറ്റൽ. ഇവിടെ എന്താ സംഭവിച്ചത്? ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷ് ഒരു അസറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷ് എന്താ വരുന്നത്? കൂടുമ്പോ എന്ത് ചെയ്യാ പറഞ്ഞ, ഞാൻ എന്ത് ചെയ്യാം? കൂടുമ്പോ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അസറ്റിന്റെ ബാലൻസ് ഒക്കെ ഡെബിറ്റാ. അസറ്റ് കൂടുമ്പോ നമ്മളപ്പോ എന്താ ചെയ്യുന്നത്? ഡെബിറ്റാ ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് അസറ്റ് അല്ലേ? അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ലയബിലിറ്റി വന്നു. നമുക്ക് പുതുതായിട്ടൊരു ലയബിലിറ്റി വന്നു. ഏതാ ലയബിലിറ്റി വന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലയബിലിറ്റി അല്ലേ? ക്യാപിറ്റൽ ലയബിലിറ്റി അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലേ? എന്താണ്? പ്രൊപ്രൈറ്ററും ബിസിനസ് നടത്തുന്ന ആളും രണ്ടു പേരാണ്. അപ്പോൾ ബിസിനസ്സിലോട്ട് പൈസ കിട്ടുമ്പോൾ ബിസിനസ് അത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അജയ് കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ച് ബിസിനസ് അജയ്ക്ക് കൊടുക്കണം. ബിസിനസ്സും അജയും വേറെ വേറെയാണെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ ഒരു കൺസെപ്റ്റ് ആണത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്, ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ എന്താ? ഏത് ബാലൻസ് ആണെന്നാ പറഞ്ഞത്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? ക്രെഡിറ്റ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഏത് അക്കൗണ്ട് എടുത്തു നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ എൻട്രി ഒക്കെ എഴുതുന്നത്. അപ്പൊ ഈ ബേസ് കൃത്യമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പല കുട്ടികൾക്കും എൻട്രി എഴുതാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. നമുക്കല്ല, ഈ ക്ലാസ്സിൽ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാട്ടോ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് റുപ്പീസ് എത്രയാണ്? 10,000. 10,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞു, പർച്ചേസ് ചെയ്യുമ്പോൾ, പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകളുടെ ബാലൻസ് നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അസറ്റുകൾക്കെല്ലാം എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ആണ്. ലയബിലിറ്റികൾക്കെല്ലാം എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ആണ്. ക്യാപിറ്റലിന്റെ എപ്പോഴും ഉള്ള ബാലൻസ് എന്താണ്? ക്രെഡിറ്റ് ആണ്. ഇൻകത്തിന്റെ എപ്പോഴും ഉള്ള സ്വഭാവം എന്താണ്? ബാലൻസ് എന്താണ്? ക്രെഡിറ്റ് ആണ്. എക്സ്പെൻസുകളുടെ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ആണ്. ഇതാണ് ഇതിന്റെ നോർമൽ സ്വഭാവം. ഇവരുടെ സ്വഭാവം ഇതാ. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ഏതിൽ പെടുന്ന നമ്മൾ പറഞ്ഞത്? എക്സ്പെൻസിൽ പെടും. നമ്മൾ പൈസ കൊടുക്കല്ലേ പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുക. അപ്പൊ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട്, ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? ഈ പർച്ചേസ് എന്നുള്ളത് നമ്മൾ എൻട്രി എഴുതുമ്പോൾ എന്തെഴുതും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. ഇനി ക്രെഡിറ്റിൽ എന്ത് വരും? പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി അല്ലേ? അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് ഏതിൽ പെടും? ഏതിലാണ് ക്യാഷ് വരുന്നത്? ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്, കറന്റ് അസറ്റ് ആണ്. അസറ്റുകൾ കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു. കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി എഴുതാൻ കാരണം ഇതാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്ന ഇത് അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ല, ഇതൊരു ബേസ് ആണ്. ഈ ബേസ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പൊ സംഭവം പിടി കിട്ടിയോ? ഇക്വേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താന്ന് ഞാൻ പറഞ്ഞത്? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയും. ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഇത് ശരിക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലെ
അസറ്റ്, ഒരു ബിസിനസ്സിൻ്റെ അസറ്റുകൾ എപ്പോഴും ആ ബിസിനസ്സിലെ ക്യാപിറ്റലിനും മറ്റ് ലയബിലിറ്റീസിനും, ഒരു ബിസിനസ്സിലുള്ള മൂലധനവും അതുപോലെ തന്നെ അതിൻ്റെ ബാധ്യതകളും കൂട്ടുമ്പോൾ എത്രയാണോ വാല്യൂ ഉള്ളത് ആ സെയിം വാല്യൂ തന്നെ ആയിരിക്കും അസറ്റ്സും ഉള്ളത്. അസറ്റ്, ക്യാപിറ്റൽ, ലയബിലിറ്റി ഇവ തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണിക്കുന്ന ഇക്വേഷനാണ് എന്ത്, ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? സ്റ്റേറ്റ്സ് ദാറ്റ് the asset of a business are always equal to the total of its liabilities and capital. ക്ലിയർ ആയോ? ഒരു ബിസിനസ്സിൽ എത്ര അസറ്റ് ഉണ്ടോ ഈ അസറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ആ ബിസിനസ്സിൻ്റെ എത്ര ക്യാപിറ്റൽ ഉണ്ടോ, ക്യാപിറ്റൽ പ്ലസ് അതിൻ്റെ മറ്റു ബാധ്യതകൾ കൂട്ടിക്കിട്ടുന്ന വാല്യൂ എന്താണോ അതിന് തുല്യമായിരിക്കും. ഇവ തമ്മിൽ എപ്പോഴും തുല്യമായിരിക്കും എന്ന് കാണിക്കുന്ന ഒരു ഇക്വേഷനാണ്, ഈ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഇക്വേഷനാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഇനി ലയബിലിറ്റീസ് കണ്ടുപിടിക്കണമെങ്കിലോ, ഈ ലയബിലിറ്റീസ് കാണാനാണെങ്കിലോ, ലയബിലിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കും? അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഇതിലുള്ള ഏത് മിസ്സിങ് ആയിട്ടുള്ള ഐറ്റം നമുക്ക് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് എന്ത് ചെയ്താൽ മതി, ഈ പ്ലസ് ഈക്വൽ സൈൻ്റെ പുറത്തോട്ട് മൈനസ് ആവില്ലേ, ഇതൊക്കെ ബേസിക് മാത്സ് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഐറ്റം വേണം, ഇതിൽ ഏത് ഐറ്റം വേണമെങ്കിലും മിസ്സിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാം. മിക്കവാറും അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ട് ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ വരും. തെറ്റായിട്ട് കുറേ ഇക്വേഷൻസ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൽ ഏതാണ് കറക്റ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അക്കൗണ്ടിങ് ഇക്വേഷൻ ക്ലിയർ ആയോ? ഇത് കുറച്ച് ഇക്വേഷൻസാണ്. ഇതിലേതാണ് കറക്റ്റ് ഏതാണ്, തെറ്റുള്ളത്, കറക്റ്റ് ഇക്വേഷൻ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആകെ കൺഫ്യൂഷനൊന്നും അടിക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതുക. അസറ്റ്സ് ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞത്, അസറ്റ്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഇങ്ങനെ നമ്മളൊന്ന് എക്സാം ഹോളിൽ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് എഴുതുക. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണെങ്കിൽ അസറ്റ്സിൽ നിന്ന് ഈ മൈനസ് പ്ലസ് ലയബിലിറ്റി മൈനസ് ആവും അല്ലേ, അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ലയബിലിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം, അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ എന്താ ചെയ്യേണ്ടത്, കുറയ്ക്കുക. അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ, ഇത്രയല്ലേ ഉള്ളൂ. വേറെ നമുക്കിതൊന്ന് നോക്കാം. ഇത് ശരിയാണോ? ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്സ് പ്ലസ് ക്യാപിറ്റൽ ആണോ ചെയ്യേണ്ടത്? അല്ല, തെറ്റാണ്. ഇനി അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ആണോ? അല്ല, അസറ്റ്സ് ഈസ് ഈക്വൽ ടു അസറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്, അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റലിനും ലയബിലിറ്റീസിനും അത് രണ്ടും കൂട്ടുമ്പോൾ അത് കൂട്ടി കിട്ടുന്ന വാല്യൂവിന് തുല്യമായിരിക്കും. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ലയബിലിറ്റിന്ന് ക്യാപിറ്റൽ കുറയ്ക്കുക ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് തെറ്റല്ലേ? ഇനി അടുത്തത് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് കുറയ്ക്കാം. ഇത് ശരിയാണ് അല്ലേ? ഇനി ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ അസറ്റ് പ്ലസ് ലയബിലിറ്റി, തെറ്റല്ലേ ഇത്? തെറ്റാ. ഇങ്ങനെ നമ്മൾ എക്സാം ഹോളിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പം നമുക്ക് കൃത്യമായിട്ട് കിട്ടും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അക്കൗണ്ട് ഇക്വേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും എപ്പോഴും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ടാലി ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇതിന്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക്